മലപ്പുറത്ത് വിവിധയിടങ്ങളിൽ ഭൂമി കുലുങ്ങിയതായി വിവരം. രാത്രി 12:30യോടെയാണ് വലിയ ശബ്ദവും സെക്കൻഡുകൾ നീണ്ടുനിൽക്കുന്ന കുലുക്കവും അനുഭവപ്പെട്ടത്. കോട്ടക്കൽ, വേങ്ങര, ഇരിങ്ങല്ലൂർ, ഊരകം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കുലുക്കം അനുഭവപ്പെട്ടത്. ഭൂമി കുലുക്കമാണെന്ന് പറയാനാകില്ലെന്നും തീവ്രത കുറഞ്ഞ പ്രകമ്പനം മാത്രമാണ് ഉണ്ടായതെന്നുമാണ് അധികൃതർ പറയുന്നത്. പിന്നെ ഇവിടെ കുലുങ്ങിയേക്കുന്നുണ്ട്. അസൈൻയത്തിൻ്റെ വീട് പൊട്ടൊക്കെ സംഭവിച്ചുകൊണ്ടിടാം വന്നാണത്. ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷം 11:10 ഉണ്ടാവില്ലേ, 11:10 നല്ലൊരു ശബ്ദവും ചെറിയൊരു വൈബ്രേഷനും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വിചാരിച്ച് പിന്നെ ഈ ഇലക്ഷൻ്റെ പൊട്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതാണെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ടെറസുമ്മക്ക് തേങ്ങ വീണതാണോ അങ്ങനെ സംശയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഈ ഭൂമി കുലുക്കൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ചിന്തിച്ചില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മീഡിയകളിലെല്ലാം ഇതെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു വാർത്ത വന്നത്. അത് ആദ്യത്തെ ഒരു അനുഭവമാണ് ഇവിടെ, അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭയങ്കര ഷോക്കായി പോയി. പിന്നെ ചില സ്ഥലത്തൊക്കെ വിള്ളലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു വാർത്ത നേരം വെളുത്തതിന് ശേഷം വന്നിട്ടുണ്ട്. 2 സെക്കൻഡ് 3 സെക്കൻഡൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളൂ. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയല്ലേ അധികൃതർ പറയുന്നത്? അശ്വതി, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ അധികൃതരെയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ചിരുന്നു. അവരൊക്കെ തന്നെ പറയുന്നത് ഭൂമികുലുക്കം ഉണ്ടായിട്ടില്ല, അത്തരത്തിൽ യാതൊരു ആശങ്കയും വേണ്ടതില്ല എന്നുള്ളതാണ്. ഭൂപ്രകമ്പനം എന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത്. ഒരുപക്ഷെ ചെറിയ തോതിൽ എന്തെങ്കിലും ശബ്ദമോ പ്രകമ്പനമോ ഉണ്ടായതാകാം എന്നാണ് പറയുന്നത്. വേറിട്ട സംഭവങ്ങൾ, അതായത് വലിയ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ എവിടെയും ഉണ്ടായിട്ടില്ല. മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ, വേങ്ങരയിൽ പറപ്പൂര്, കുഴിപ്പുറം, വേങ്ങര, പുതുപ്പറമ്പ്, കോഴിച്ചന, ഊരകം, ആട്ടീരി, മറ്റത്തൂർ, ക്ലാരി സൗത്ത്, മുച്ചികൾ തുടങ്ങിയ സ്വാഗതമാട് തുടങ്ങിയ മേഖലകളിലാണ് ഇന്നലെ രാത്രി 11:30 ഈ ഒരു പ്രകമ്പനം, അതേപോലെ ചെറിയൊരു വിറയലും അനുഭവപ്പെട്ടത്. ഇതിൽ മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോഴും പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, മുൻപ് കഴിഞ്ഞ 2 വർഷം മുൻപ് നിലമ്പൂർ പോത്തുകലിലും സമാനമായ രീതിയിൽ ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദം കേട്ടതായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. അന്ന് ആളുകളൊക്കെ വലിയ ആശങ്കപ്പെടുകയും ചെയ്തു. അന്ന് ഭൂമിക്കടിയിൽ നിന്ന് ഈ കല്ലുകൾ, വലിയ പാറക്കല്ലുകളൊക്കെ തെന്നി മാറുന്നതിനെ തുടർന്നാണ് ഈ ശബ്ദവും പ്രകമ്പനവും ഉണ്ടായതെന്നാണ് അന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ പഠനം നടത്തി കണ്ടെത്തിയത്. സമാനമായ രീതിയിൽ തന്നെ ഒരു സാഹചര്യമാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ മറ്റ് പേടിക്കേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ലെന്ന്, ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ലെന്നുമാണ് ഇതുവരേക്കും അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ജനങ്ങളുടെ ആശങ്ക, ആദ്യമായിട്ട് അപ്രതീക്ഷിതമായിട്ട് ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് വലിയ തോതിൽ തന്നെ ഈ ഒരു മേഖലയിൽ ഉണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതായിട്ട് ഒന്നും തന്നെ അവിടെ ഇല്ല എന്നാണ് നമുക്ക് അറിയാനായിരിക്കുന്നത്. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.